നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മോഹൻലാലിനെയും മമ്മൂട്ടിയും കുറിച്ച് തുറന്നടിച്ചിരിക്കുകയാണ് നടൻ ശ്രീനിവാസൻ. താൻ നായകനായ പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം മനസ്സ് തുറന്നത്. സരോജ് കുമാർ എന്ന സിനിമ മോഹൻലാലിനെ കളിയാക്കാൻ എടുത്ത സിനിമയാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ശ്രീനിവാസൻ. മോഹൻലാലിനെ മാത്രമല്ല, രാജീവ് നാഥ് ടിവിയിൽ പറയുന്നത് കണ്ടാണ് എന്റെ ഇൻസ്പിറേഷൻ വന്നത്. കപിൽ ദേവിന് കേണൽ പദവി നൽകിയിരുന്നു. ആ സമയത്താണ് മോഹൻലാൽ ലണ്ടനിലുള്ളത്. മോഹൻലാൽ രാജീവ് നാഥിനെ വേഗം വിളിച്ചു. കപിൽ ദേവിന് കേണൽ പദവി കിട്ടി, നമുക്കും കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കത് വളരെ വിചിത്രമായി തോന്നി. ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട സാധനമാണോ? അങ്ങനെ കിട്ടിയാൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുമോ? എനിക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. രാജീവ് നാഥ് സൈനിക് സ്കൂളിൽ പഠിച്ച ആളാണ്. കഴക്കൂട്ടത്ത് ആ ബന്ധമൊക്കെ വെച്ചാണ് മോഹൻലാലിന് കേണൽ പദവി കിട്ടുന്നത്. രാജീവ് നാഥ് പറയുന്നത് താൻ കണ്ടതാണ്. അതൊക്കെയായിരുന്നു ആ സിനിമയുടെ തുടക്കം. ബാക്കി കുറെ മമ്മൂട്ടിയുമുണ്ട്. കൂടുതലും മമ്മൂട്ടിയാണ് ആ ചിത്രത്തിലുള്ളതെന്നും ശ്രീനിവാസൻ തുറന്നു പറഞ്ഞു. പിന്നാലെ ഒരു ഉദാഹരണവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. മഴയത്തും മുൻപേ എന്ന സിനിമ ഇറങ്ങിയ സമയം അതേ ദിവസം തന്നെയാണ് മോഹൻലാലിന്റെ സ്ഫടികം സിനിമയും റിലീസാകുന്നത്. രണ്ടും ഓടിയ സിനിമകളാണ്. അന്ന് ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ ഹനീഫയും കൂടി ഒരു മീറ്റിംഗിന് പോവുകയായിരുന്നു. മമ്മൂട്ടിയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. റോഡ് സൈഡിലുള്ള സ്ഫടികത്തിന്റെയും മഴയത്തും മുൻപേയുടെയും പോസ്റ്ററുകൾ നോക്കുകയായിരുന്നു മമ്മൂട്ടി. എന്നിട്ട് മമ്മൂട്ടി ശ്രീനിവാസനോട് ഇങ്ങനെ പറഞ്ഞു: സ്ഫടികത്തിന്റെ പോസ്റ്റർ കണ്ടോ? മോഹൻലാൽ മാത്രം. നമ്മുടെ പടത്തിന്റെ പോസ്റ്റർ കണ്ടോ? ശോഭനയും അവർ ആരൊക്കെയോ ഉണ്ട്. നീ ആ മാധവൻ നായരെ വിളിച്ചു പറ എന്റെ ചിത്രം മാത്രം വെച്ച് ഒരു പോസ്റ്റർ ഇറക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ ഒരു പ്രശ്നമുണ്ട്, എന്റെ മുഖം മാത്രം വെച്ച പോസ്റ്റർ ഇറക്കാനാകും ഞാൻ പറയുക. അതിനുശേഷം മമ്മൂട്ടി അധികം പ്രോത്സാഹിപ്പിക്കാൻ വന്നിട്ടില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. മീറ്റിംഗിന് ചെല്ലുമ്പോൾ മാധവൻ നായർ അവിടെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി കാർ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഓടി മാധവൻ നായരുടെ അടുത്ത് ചെന്നു. ഇങ്ങനെ ഒരു കോടാരി വരുന്നുണ്ടെന്നും എന്തെങ്കിലും ഒരു മറുപടി കണ്ടുവെച്ചോ എന്നും പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും കണ്ടു. പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടി വന്നു. പക്ഷേ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു. മോഹൻലാലിന്റെ മുമ്പത്തെ 2 സിനിമകൾ വക്കീലായിരുന്നു. അതിനാൽ മോഹൻലാലിന് അതിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പക്ഷേ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതോടെ തീർന്നു എന്നാണ് മാധവൻ നായർ പറഞ്ഞതെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. ഉദയനാട് താരത്തിൽ ഞാൻ പറയുന്നുണ്ട് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന്. അതൊക്കെ മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയുടെ ആഗ്രഹമാണത്. പക്ഷേ പറച്ചിലിൽ മോഹൻലാൽ ആണെന്നാണ്. ആളുകൾ പറയുന്നതിന് എന്ത് ചെയ്യാനാകും എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തും ആരോടും തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹം ഇതിനു മുൻപും സിനിമാ മേഖലയിൽ ആരും പറയാത്ത പല വിഷയങ്ങളെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഈ വിഷയം എത്രത്തോളം വിവാദമുണ്ടാക്കുമോ, ചർച്ചയുണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം.